പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഓഹരി കുംഭകോണ ആരോപണവുമായി രാഹുൽ ഗാന്ധി. അദാനിയുടെ ചാനൽ വഴി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് രാഹുൽ ആരോപിച്ചു. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം വേണമെന്നും ആവശ്യം. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ വലിയ കുംഭകോണം നടത്തിയതായും ഇതിനായി വ്യാജ എക്സിറ്റ് പോൾ സർവേകൾ മാധ്യമങ്ങളിലൂടെ നൽകിയതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു. 400 സീറ്റുകൾ നേടി BJP അധികാരത്തിൽ വരുമെന്നും ജൂൺ 4-ന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡിടുമെന്ന് മോദിയും അമിത്ഷായും അദാനി ചാനലിലൂടെ പറഞ്ഞു. എക്സിറ്റ് പോൾ വരാനിരിക്കെ മെയ് 31-ന് കോടികളുടെ വിദേശ നിക്ഷേപമുണ്ടായി. ജൂൺ 1-ന് വന്ന എക്സിറ്റ് പോളിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രചരിപ്പിച്ച് നിക്ഷേപകരെ ആകർഷിച്ചു. ഇന്ത്യൻ വിപണിയുടെ ചരിത്രത്തിലെ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 19 में नरेंद्र मोदी जी कहते हैं स्टॉक मार्केट विल ब्रेक रिकॉर्ड्स ऑन जून 4th. फिर 28 मई को रिपीट करते हैं. 1 जून मीडिया झूठे एग्जिट पोल रिलीज करती है. हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ വിപണി കുത്തനെ ഇടിയുകയും പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായും രാഹുൽ ആരോപിച്ചു. 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് വിപണിയിലുണ്ടായത്. BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബിസിനസ് പ്രമുഖർക്കാണ് ഇതിലൂടെ നേട്ടമുണ്ടായതെന്നും രാഹുൽ ആരോപിച്ചു. നടന്നത് ക്രിമിനൽ കുറ്റമാണെന്നും തട്ടിപ്പിൽ മോദിക്കും അമിത്ഷായ്ക്കും നേരിട്ട് പങ്കുണ്ടെന്ന് പറഞ്ഞ രാഹുൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. അദാനിയുടെ ചാനലിന്റെ റോൾ സെബി അന്വേഷിക്കണമെന്നും ആവശ്യം. ഓഹരികൾ വാങ്ങാൻ ജനങ്ങളോട് എന്തിന് മോദിയും അമിത്ഷായും ആവശ്യപ്പെട്ടെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.